ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് പോകുന്നത്. ജയിൽ നോമിനേഷൻസ് ആയിരുന്നു കേട്ടോ. ബിഗ് ബോസ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തു എല്ലാവരെയും. എന്നിട്ടാണ് ജയിൽ നോമിനേഷൻ പറയാൻ പറഞ്ഞത്. ആദ്യം നോമിനേഷൻസ് ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞ് വഴക്കും പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കാം. സിജോ നോമിനേറ്റ് ചെയ്തത് ശ്രീതു അൻസിബ, ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് ശ്രീതു നോറ, അപ്സര നോമിനേറ്റ് ചെയ്തത് അഭിഷേക് നോറ, ഋഷി നോമിനേറ്റ് ചെയ്തത് നന്ദന നോറ, നന്ദന നോമിനേറ്റ് ചെയ്തത് നോറ ശ്രീതു, അർജുൻ നോമിനേറ്റ് ചെയ്തത് നോറ അഭിഷേക് എന്നിവരെ. പിന്നെ സായി നോമിനേറ്റ് ചെയ്തത് ശ്രീതു നോറ. അൻസിബയുടെ നോമിനേഷൻസ് നോറ ജിൻഡോ, ശ്രീതുവിന്റെ നോമിനേഷൻസ് നന്ദന അഭിഷേക്, ജിൻഡോയുടെ നോമിനേഷൻസ് അഭിഷേക് അൻസിബ, നോറയുടെ നോമിനേഷൻ ജിൻഡോ അഭിഷേക്, അഭിഷേകിന്റെ നോമിനേഷൻ നോറ ശ്രീതു. നോറയ്ക്ക് 7 വോട്ടുകൾ കിട്ടി. അത് എന്തിനാണെന്ന് ഊഹിക്കാമല്ലോ, ഫാമിലിയെ വെച്ചിട്ട് വിക്ടിംഗ് ഗെയിം കളിച്ചു, അതാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ശ്രീതുവും അഭിഷേകും തമ്മിലൊരു ടൈ വന്നു, കാരണം 5 വോട്ടുകളാണ് രണ്ടുപേർക്കും കിട്ടിയത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ശ്രീതുവും അഭിഷേകും അവരുടെ ജേർണി പറയണം, എന്തുകൊണ്ട് ദേ ആർ ബെറ്റർ ദാൻ അതർ. അപ്പോൾ 1 മിനിറ്റ് നേരമാണ് സംസാരിക്കേണ്ടത്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, എനിക്ക് എന്റെ കംഫർട്ട് സോൺസ് ഉണ്ട്. ഇന്നലെ ജാസ്മിൻ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ജാസ്മിനോട് മിണ്ടാത്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്നുള്ള കാര്യം പറഞ്ഞു. ജാസ്മിൻ എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്തൊരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിയെ കുറിച്ചും പുള്ളിയുടെ ഗെയിമിനെ കുറിച്ചും ഒക്കെ. അപ്പോൾ ശ്രീതു അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു മറ്റുള്ളവർക്ക് ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. അപ്പോൾ സിജോ എണീറ്റ് നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഉത്ഭവം കിടക്കുന്നത്. അഭിഷേകിന്റെ വോയിസ് പോലും ഇവിടെ കേൾക്കാനില്ല. ഇവിടെ ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്താണ് ഈ ഇന്റർനാഷണൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നത്, എല്ലാത്തിലും ഇടപെട്ടാൽ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഭിഷേക് എന്തുകൊണ്ടാണ് ഓരോ കാര്യത്തിലും ഒഴിഞ്ഞു മാറുന്നതെന്നൊക്കെ വെച്ചിട്ട് സിജോ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അഭിഷേക് കഴിഞ്ഞ ദിവസത്തെ ജാസ്മിനുമായിട്ടുള്ള ഹെൽത്തി ചർച്ചയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അഭിഷേക് നിൽക്കാൻ ഡിസേർവിംഗ് അല്ല എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ അതിനെതിരെ പുള്ളി പറഞ്ഞതൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, മാക്സിമം എതിർത്ത് നിൽക്കാൻ നോക്കുന്നുണ്ട്. ജാസ്മിന്റെ പേര് അതിൽ കേട്ടപ്പോൾ തന്നെ ജാസ്മിൻ ഇതിന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. അതിൽ തന്നെ അപ്സരയുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ ചിപ്സും കഴിച്ചിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കുമായിരുന്നു അഭിഷേക്, അതിലൊന്നും ഇടപെട്ടില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എനിക്ക് ചിപ്സ് കഴിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ചിപ്സ് കഴിക്കും, ഇതാണ് അഭിഷേക് പറയുന്നത്. അങ്ങനെ ആകെ മൊത്തം ഒരു കൂട്ടത്തല്ലിലേക്ക് നീങ്ങി ഈ ഒരു ജയിൽ നോമിനേഷൻ സീന്. അപ്സര ഒരു ലോജിക്കും ഇല്ലാതെ 1-2 പോയിന്റുകൾ എടുത്ത് വീശുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ അഭിഷേക് നല്ല ട്രിഗർ ആവുന്നുണ്ട്. അവിടെയും ജാസ്മിൻ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വന്നു കയറി 28ാമത്തെ ദിവസത്തിന് ശേഷം നീ ഇപ്പോഴാണൊന്ന് സംസാരിച്ച് കണ്ടത്, നീ വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങളെ കൺവിൻസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ കുറെ പോയിന്റ് എടുത്ത് വീശുന്നുണ്ട്. അറിയാലോ, വളവളയാണ് ജാസ്മിന്റെ വർത്താനം. ഇവിടെ തന്നെ ലൈവ് ഫുൾ വമ്പൻ ബഹളത്തിലേക്ക് നീങ്ങുന്നുണ്ട് കുറച്ച് സമയം. അപ്പോഴാണ് ഋഷി എണീറ്റ് എന്ന് അഭിഷേകിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവന്റെ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെവി അടിച്ചു പോയി എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, അമ്മാതിരി ബഹളമായിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അഭിഷേകിന്റെ സമയം ഇതോടെ തുടങ്ങി എന്നാണ്. ഇവര് തന്നെ പറയുന്നു അഭിഷേക് ഇത്രയും ദിവസം മിണ്ടിയില്ല എന്നൊരു കാര്യം. അപ്പോഴൊന്നും ഇത് ചൂണ്ടിക്കാണിക്കാൻ എന്താ ഇവരുടെ വായിലെന്തോ പഴമായിരുന്നു. അല്ല, ഒരാൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് അയാൾ ഈ ഗെയിമിൽ നിൽക്കാൻ യോഗ്യനല്ല എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അയാളെ തിരുത്താൻ നോക്കേണ്ടത് അവിടെ ഉള്ളവർ തന്നെയല്ലേ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്ക് ആയിരുന്നു, അതിന് മുമ്പ് പോലും സിജോ, അപ്സര, ജാസ്മിൻ, ഇപ്പൊ അഭിഷേകിനെ വോട്ട് ചെയ്ത ഈ ഒരു 5-6 പേരൊന്നും ഇങ്ങനെ ഒരു കാര്യം അഭിഷേകിനെതിരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പൊ തോന്നിയ കാര്യം എന്തുകൊണ്ട് അന്ന് തോന്നിയില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഇത് എടുത്ത് ഇടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ അഭിഷേകിന് മൈലേജ് തന്നെയാണ്. ജിൻഡോയെ വളഞ്ഞിട്ടടിച്ച് അയാളെ രാജാവാക്കി. ഇപ്പൊ പുതിയ രാജാവ് ഇൻ ദ മേക്കിംഗ് ആണ് അഭിഷേക് രാജാവ്. അതേതാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രീധുവിനെ വോട്ട് ചെയ്തത് എടുത്ത് നേരെ അഭിഷേകിന് കൊടുക്കുന്നുണ്ട്. വലിയ നിലപാടുകാരിയാണേ, ഡബിൾ സ്റ്റാൻഡ് ഒന്നും അല്ല കേട്ടോ. പ്ലേറ്റ് മാറ്റി കളിക്കുന്നു ജാസ്മിൻ. പിന്നെ ജിൻഡോ പുള്ളിയുടെ നിലപാടിൽ ഉറച്ച് നിൽക്കുന്നുണ്ട്. അഭിഷേകിന് തന്നെ ഞാൻ വോട്ട് കൊടുക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ 6 വോട്ടുകൾ കിട്ടിയ അഭിഷേക് തന്നെയാണ് ജയിലിൽ പോയത് നോറയുടെ കൂടെ. ശ്രീധു സേവ് ആയി വീണ്ടും. ശ്രീധു ഒരു തവണ പോലും ജയിലിൽ പോയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ അഭിഷേക് അടി. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമല്ലേ, അതാണ് ബെസ്റ്റ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.